ഹലോ ഗായ്സ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന വാർഗോഡ് ലൈക്കിൻ്റെ റൂമിലേക്കാണ്. വാർഗോഡിൻ്റെ എലൈറ്റ് വാർഫെയറിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. അപ്പോൾ ഏഷ്യയിൽ നമ്മൾ ഇന്ന് പോകുന്ന വൈക്കൻഡി മാപ്പിലേക്കാണ്. വൈക്കൻഡി മാപ്പിൽ കയറാനായിട്ടിരിക്കുന്നു. സ്ലോട്ട് നമ്പർ 2 ഇരിക്കുന്നു ഹോക്സ് വില്ലൻ, ഡിലോപ്സ്, ട്രയംപ് ആൻഡ് പാണ്ട അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. PX ടീമിന് വേണ്ടി അബ്സോർബർ ടീം, ഷസാം, പങ്ക് ആൻഡ് ഡ്യൂഡ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പീക്കി ബ്ലൈൻഡേഴ്സിന് വേണ്ടി ഫ്ലോക്കി, LOB, ജോക്കർ, ബ്ലസ്, ഇബ്ലീസ് ആൻഡ് സോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. ഗ്രൗണ്ട് 0 ടീമിന് വേണ്ടി ഹോഗ് റൈഡർ, ജെയിൻ GC, കില്ല GC, മാഡ് മാക്സ് GC എല്ലാം വെയിറ്റ് ചെയ്തിരിക്കും. 1X ടീമിന് വേണ്ടി ടോം, സൈക്ലോപ്സ്, അദ്വൈത് ആൻഡ് യദു അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഏജിയൻ ടീമിന് വേണ്ടി വൈപ്പ് ആൻഡ് നെറൂട്ടോ, സിഗ്സാഗ് ആൻഡ് ടൈറ്റൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ബ്രൂട്ടൽ ടീമിന് വേണ്ടി ആകട്ടെ അണിനിരക്കുന്ന റൈസൺ, റെഡ് റോഗ്, ഫ്ലെയിം ആൻഡ് വൂൾഫാണ്. F2P ടീമിന് വേണ്ടി സയാസ്, ആക്ടിവിത്ത് ആൻഡ് നക്കുൾ ഡെവിൽ കിങ് എല്ലാം ഇറങ്ങുമ്പോൾ B4M ടീമിന് വേണ്ടി ഇറങ്ങുന്ന എംപറർ, റിയ, സോൾട്ടി ആൻഡ് എസിയോ അമൽ ആണ്. അപ്പോൾ ZRM ടീമിന് വേണ്ടി കയറിയിരിക്കുന്ന ഗോളിയം, ലൂണറ്റിക്, ഷൈവി ആൻഡ് ആംപുഷ് അവിടെ കയറി വരുമ്പോൾ LX ടീമിന് വേണ്ടി AR, നിഞ്ച OP, സ്നൈപ്സ് ആൻഡ് ഹൂളിഗൻ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ബ്രെയിൻ ടീമിന് വേണ്ടി ലൈറ്റ്നിങ്, പണിഷർ, റഫീഖ് ആൻഡ് ലീലൻ അവിടെ കയറ്റി ചെയ്തിരിക്കുന്നു. ബാക്കി മെമ്പേഴ്സിനെ നമുക്ക് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 11:32 ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാച്ച് അവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് എല്ലാം സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം എത്തുമെന്ന് വിശ്വസിക്കുന്നു. ലൈവിലേക്ക് ലൈക്ക് കവറേജ് കാണാനായിട്ട്, വാർഗോഡ് ലൈറ്റ് കസ്റ്റംസിൻ്റെ ലൈറ്റ് വാർഫെയർ കാണാനായിട്ട് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഫിനിക്സ് വൈപ്പർ. അപ്പോൾ നമ്മുടെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് കയറാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ടിലേക്ക് പോകാം. നമ്മുടെ ഹോക്സ് ടീം അവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ മെമ്പേഴ്സ് എല്ലാം കയറി വരുന്നേ ഉള്ളൂ. ഹോക്സ് ടീം അവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ PX ടീമിൽ ഒരു മെമ്പർ പോയിട്ടുണ്ട്. റെഡ് ടീം സെറ്റാണ്, ഗ്രൗണ്ട് 0 സെറ്റാണ്, 1X സെറ്റാണ്, AGM സെറ്റാണ്, ബ്രൂട്ടൽ ടീം സെറ്റാണ്, FTP സെറ്റാണ്, B4M സെറ്റാണ്, ZRM ടീം സെറ്റാണ്, LX ടീം സെറ്റാണ്, ബ്രെയിനക്സ് ടീം സെറ്റാണ്. അത് നമുക്ക് സൈറസ് ടീം അവിടെ സെറ്റാണ്, BIA ടീം സെറ്റാണ്, MRC ടീം സെറ്റാണ്, കേരള ടീം സെറ്റാണ്, DKC ടീം സെറ്റാണ്, ക്രേസി ടീം സെറ്റാണ്. ക്രേസി ഇല്ലേ, അതെ, ക്രേസി ടീം സെറ്റാണ്, KWC സെറ്റാണ്, ബ്ലൈൻഡ് ടീം സെറ്റാണ്, LMX സെറ്റാണ്, ഇഗ്നൈറ്റ് ടീം സെറ്റാണ്, DZ ആൻഡ് വാർഗോഡ് ടീം അവിടെ സെറ്റാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് നമ്മുടെ പാത്തൊക്കെ നോക്കുകയാണെങ്കിൽ വൈനറിക്ക്, ഡൈനോ പാർക്കിന്, മൂവാത്രയ്ക്കൊക്കെ മുകളിലായിട്ട് ദോബ്രോമെസ്റ്റോയിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കേരള മെൽവിൻ ഉയർ എന്ന് പറഞ്ഞുകൊണ്ട് അൺനോൺ എത്തിയിട്ടുണ്ട്. അൺനോൺ, വെൽക്കം ടു ദ സ്ട്രീം. ഹായ് സർ, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ എന്തായാലും നമുക്ക് കേരള ടീമിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മെൽവിൻ ഇന്ന് കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. കേരള ടീമിന് കയറിയിരിക്കുന്നത് ലിക്വിഡ്, സോണിക്ക്, പിന്നെ ബാക്കി ആരൊക്കെയാണ് കയറിയിരിക്കുന്നത്? 17 അല്ലേ? ലിക്വിഡ്, സോണിക്ക്, മെൽവിൻ കയറിയിട്ടുണ്ടല്ലോ. സിനിസ്ട്രോ, യെസ്, എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ZRM ടീം അവിടെ ഓൾറെഡി ചാടിയിട്ടുണ്ട്. കാൻഡർ റീജിയനിലേക്ക് പോകുന്നത്. MRC ടീം എല്ലാം ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ DKC ടീമും പോയിക്കൊണ്ടിരിപ്പുണ്ട്. KWS ടീം അവിടെ ചാടിയിട്ടുണ്ട്. KWS കാസൽ ഏരിയയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ DC കാരനൊക്കെ അവിടെ ഓടി പോകുന്നുണ്ട്. ടോവർ DCയിലെ മെമ്പേഴ്സിനെ ഇന്ന് നമ്മുടെ ഇതിന് കണ്ടിട്ടില്ല. MRC ടീം അവിടെ ചാടി പോകുന്നുണ്ട്. MRCയിലെ മെമ്പേഴ്സ് അവിടെ ഓടി നടക്കുന്നുണ്ട്. നമ്മുടെ ബീഹാറിനും ഇതിനും ഇടയിലായിട്ടുള്ള ഏരിയയിലാണ്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ്, DX, LXലെ മെമ്പേഴ്സ് എല്ലാം അവിടെ ചാടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫൈറ്റ് അവിടെ പൊട്ടുവന്നിട്ട് അറിയത്തില്ല. എന്തായാലും DKC ടീമിൻ്റെ അടുത്ത് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. MRC ടീമിൽ 2-2 സ്പ്ലിറ്റായിട്ടുള്ളൊരു ഇതാണ്, ഇറക്കമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. LMX ടീം ഡോബ്രോമസ്റ്റോ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. ടീം നമ്പർ 12 മെമ്പേഴ്സ് അവിടെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. AGM ടീമുമായിട്ടുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ARലാണ് ടൈറ്റൻ AGMനെ അവിടെ ഡൗൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ LXലെ ARൽ അവിടെ ടൈറ്റൻ AGMനെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. സിഗ്സാഗിനെ തൊട്ടടുത്ത് കാണാം, വൈപ്പിനെ അവിടെ തൊട്ടടുത്ത് കാണാം. LXലെ മുമ്പ് ഷോർട്ട് ഗൺ വെച്ചൊക്കെയാണ് നേരിടുന്നത്. LXലെ ബാക്കി മെമ്പേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നു. നറൂട്ടോ AGM ഒക്കെ അവിടെ ഓടി ചെല്ലുന്നുണ്ട്. സിഗ്സാഗ്, വൈപ്പ് എല്ലാം അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ AGM ടീമിന് ആദ്യം തന്നെ ഒരു മെമ്പറിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വൈപ്പർ ഉയർ എന്ന് പറയുന്നുണ്ട്. DZ വൈപ്പർ, യെസ്, DZ സ്വന്തമായിട്ട് പറഞ്ഞാണോ എന്നെ പറഞ്ഞാണോ? അപ്പോൾ എന്തായാലും ട്രൂ ജോക്കർ അവിടെ BIA ടീമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടോട്ട് പോകാൻ ജസ്റ്റ് കേരള ടീമിലെ മെമ്പേഴ്സ്, കേരള മെൽവിനെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോക്സിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫയറിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഹോക്സിലെ മെമ്പേഴ്സിനെ അവിടെ കാണുന്നുണ്ട്. PB മെമ്പേഴ്സ് ആൻഡ് BIAയുടെ ഫയറിംഗ് നടക്കുന്നു. അത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് ജസ്റ്റ് ഫയറിങ് കാര്യങ്ങളൊക്കെ നടക്കാൻ കേരള ടീമിനെ കാണുന്നുണ്ട്. PB, യെസ്, PB
ഇവിടെയാണ്. അപ്പോൾ PB മെമ്പേഴ്സിനൊക്കെ PB പ്ലസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. LX ഹൂളിഗൻ അവിടെ നെറൂട്ടോ AGMനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കേരള സിനിസ്റ്റർ അവിടെ B4Mലെ റിയാസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടീം നമ്പർ 4 അവിടെ കട്ട ഫൈറ്റിംഗ് ആണ്. ടീം നമ്പർ 17 മെമ്പർ സിനിസ്റ്ററൊക്കെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ടീം സ്ലോട്ട് നമ്പർ 10 മെമ്പർ അവിടെ വണ്ടിയെ പോകുന്നുണ്ടായിരുന്നു. എംപറർ B4Mനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട് സിനിസ്റ്റർ എന്തായാലും. അതോടൊപ്പം തന്നെ റിയാസ് B4Mൻ്റെ കില്ലും അവിടെ കൺഫേം ചെയ്യും. അടുത്ത് ക്രേസി ടീയിലെ സൈക്കോ ഒക്കെ കാണുന്നുണ്ട്. ക്രേസി സൈക്കോനെയൊക്കെ കാണാൻ. ക്രേസി സൈക്കോ ഒക്കെ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും കിൽ സ്റ്റോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ സിനിസ്റ്റർ ഓടി നടക്കുകയാണ് ഒറ്റയ്ക്ക്. ഡൂഡിൽ PX ഒക്കെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പം അവിടെ PXലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. LXലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. PXലെ മെമ്പേഴ്സിനുണ്ട്. കേരള മെൽവിൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എംപറർ B4Mനെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. LX സ്നൈപ്സ് അവിടെ ഡൗൺ ആയിട്ട് എന്തായാലും സിഗ്സാങ്ങിൻ്റെ അടുത്ത് ഇനി നറൂട്ടോ മാത്രമേ ബാലൻസ് ഉള്ളൂ. ബാക്കി LXലെ മെമ്പേഴ്സ് വൈപ്പ് അവിടെ മനോഹരമായിട്ട് തന്നെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈപ്പ് ഓരോന്നോരോന്നായിട്ട് LXലെ മെമ്പേഴ്സിനെ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LXലെ മെമ്പേഴ്സ് ഓരോന്നോരോന്ന് LX ARL അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അവിടെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നത് ഫയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, LX ARLൻ്റെ മനോഹരമായ ഫയർ വൈപ്പ് ജിയും കൂടെ അവിടെ ഡൗൺ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ LX ടീം PC ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നോണ്ട്. അത് യെസ്, അതെ ബ്രോ, PC ആണ്. അപ്പം ഇവിടെ ടീം നമ്പർ 17 അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. 19 മെമ്പേഴ്സ് ക്രേസി മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ക്രേസി മെമ്പേഴ്സ് കേരള ടീമിനെതിരെയാണ്. കേരള മെൽവിൻ അവിടെ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. സോണിക്ക് തൊട്ടടുത്തുണ്ട്. അപ്പോൾ സോണിക്ക് അവിടെ റിവൈവ് ചെയ്യാൻ എത്തും എന്നുള്ള അറിയത്തില്ല. എന്തായാലും മെൽവിൻ അവിടെ ഡൗൺ ആണ്. ക്രേസിയിലെ റൈക്കറൊക്കെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി. കേരള മെൽവിൻ ഓപ്പണിലാണ് തൽക്കാലം നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരള സിനിസ്റ്റർ എപ്പോഴും അവിടെ ദൂരെയുണ്ട്. അപ്പോൾ കേരള ലിക്വിഡ് സോണിക്ക് OP എല്ലാം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ കൂടെ അടുത്തൊരു ഫൈൽ ടീം നമ്പർ 10 എസിയോ ആണ്. ഹോക്സിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഷാഡോ ഇഗ്നൈറ്റ് അവിടെ LOB എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രേസി ഒന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കേരള ടീമിന് മെൽവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഫൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പ് ഓഫ് ദി സോണിൽ ഇഷ്ടംമാതിരി ടീംസാണ് നിൽക്കുന്നത്. ചട്ടപ്പെട്ട ഫൈറ്റുകളായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും അപ്പം നമ്മുടെ ഫാൽക്കൺ ഇഗ്നൈറ്റിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. PB ടീമുമായിട്ടുള്ള ഫൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പം ട്രൂ ജോക്കറൊക്കെ അവിടെ ഷാഡോ ഇഗ്നൈറ്റ് ഒക്കെ ഓടി നടക്കുന്നുള്ളൂ. ഇബ്ലീസ് റെഡക്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റെഡക്സിലെ മെമ്പേഴ്സുമായിട്ടുള്ള ട്രൂ ജോക്കറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫാൽക്കൺ ഇഗ്നൈറ്റ് അടുത്ത് തന്നെ PB സോൾ റെഡക്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാലൻസ് ബാക്കി റെഡക്സിലെ മെമ്പേഴ്സ് ഓരോന്നോരോന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി 3 മെമ്പേഴ്സിനെ കാണാം. സോൾ റെഡക്സിൻ്റെ അടുത്തേക്ക് ഡീക്കുൾ ഇഗ്നൈറ്റ് കയറി ചെല്ലുന്നുണ്ട്. സോൾ റെഡക്സിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സോൾ അവിടെ താഴെ ചാടിയിട്ടുണ്ട്. സോളിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. ബ്ലൈൻഡ് സീനിയർ എക്സ് ബ്രെയിനിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബ്ലൈൻഡിൻ്റെ അപ്പോൾ ഇഗ്നൈറ്റിൻ്റെ ഫൈറ്റ് അവിടെ നടന്നത് ഫിനിഷ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലൈൻഡിൻ്റെയും ഫൈറ്റ് നടക്കുന്നുണ്ട്. ബ്ലൈൻഡിലെ സീനിയർ XP ഒക്കെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ബ്രെയിനിലെ മെമ്പേഴ്സ് ബ്രെയിൻ പണിഷറിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ബ്രെയിൻ പണിഷർ ഒറ്റയ്ക്ക് കയറി ചെല്ലുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിൻ പണിഷർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരുന്നു. പണിഷറിനെ നോക്കാം. പണിഷർ അവിടെ ഒരു കോമ്പൗണ്ട് എൻ്റെ മേളിൽ നിന്നായിട്ട് നിൽക്കുന്നു. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് എല്ലാം കയറി വരുന്നുണ്ട്. അപ്പോൾ ബ്രെയിനിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് മോളിയൊക്കെ എറിഞ്ഞിട്ടുണ്ട്. എന്തായാലും മോൾട്ടോവൊക്കെ കയറി വരുന്നുണ്ട്. നമ്മുടെ ബ്ലൈൻഡ് ഡിവേഴ്സ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് സ്പ്രേയിൽ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ആ ഫൈറ്റും അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ചെറുപറ ഫൈറ്റുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും പെട്ടെന്ന് തന്നെ 18 ടീമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് 4 കില്ല് എടുത്തിട്ടുണ്ട്. LXലെ മെമ്പേഴ്സ് 4 കില്ല് എടുത്തിട്ടുണ്ട്. DKC ടീം ആൻഡ് MRC പോക്കോ ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. MRCയിലെ 2 പ്ലേയേഴ്സിൻ്റെ അവർക്ക് നഷ്ടമായിട്ടുണ്ട് തോന്നുന്നു കണ്ടിട്ട്. വാർഗോഡ് ടീം അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ബ്രൂട്ടൽ ടീമിൻ്റെ അടുത്ത് നമ്മുടെ 1Xലെ മെമ്പേഴ്സ് ഉണ്ട്. 1Xലെ മെമ്പേഴ്സ് ബ്രൂട്ടൽ ടീമിനെ വളയാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മാഡ് മാക്സ് DC ടീം സേഫാണ്. KWS ടീം സേഫാണ്. തൽക്കാലത്തേക്ക് ZRM ടീം അവിടെ സേഫാണ്. അപ്പോൾ ബൈനറി റീജിയനിലൊക്കെ ഇറങ്ങിയ മെമ്പേഴ്സിനെ ഒന്നും കാണുന്നില്ല. ബാക്കി മെമ്പേഴ്സ് എല്ലാം ഓടി നടക്കുന്നു. സൈറസ് ടീം വില്ല റീജിയനിൽ നല്ല ലൂട്ടൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നു. ഇഗ്നൈറ്റ് ടീം അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ റെഡക്സ് ടീമിനെയൊക്കെ വൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ നിൽക്കുന്നു. വാർഗോഡ് ടീം ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിപ്പുണ്ട്. ഹോക്സിലെ മെമ്പേഴ്സ് അവിടെ ഹോൾഡ് ചെയ്തിരിപ്പുണ്ട്. ബാക്കി ഫൈറ്റുകളും കാര്യങ്ങളൊന്നും കാണുന്നില്ല തൽക്കാലം. അപ്പോൾ നമുക്ക് ഇതേ ബ്രൂട്ടൽ ടീമിലേക്ക് പോകാം. ബ്രൂട്ടലിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ ലൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ലൂട്ടൊക്കെ എടുത്ത് ഓട്ടി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബ്രൂട്ടലിലെ മെമ്പേഴ്സ്. അതേപോലെ തന്നെ ടീം ബ്ലൈൻഡിലെ മെമ്പേഴ്സ് വീണ്ടും അവിടെ ഫയറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആർക്കറിയാൻ അറിയത്തില്ല. എന്തായാലും F2P ടീം അവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. വേറെ ആരെങ്കിലും സ്പെക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് പറയുക ബ്രോസ്. നമ്മുടെ ക്രേസി റിപ്റ്റോ ഇങ്ങനെ ടീം നമ്പർ 2ൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ക്രേസി റിപ്റ്റോയ്ക്ക് ഒരു ഫയർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ടീം നമ്പർ 2ലെ മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. തൊട്ടടുത്ത വീടുകളിലാണ് ഹോക്കിലെ മെമ്പേഴ്സ് നിൽക്കുന്നത്. ഹോക്കിലെ മെമ്പേഴ്സ് ഇത് സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും നമ്മുടെ ക്രേസി ക്രിപ്റ്റോ എന്താകും എന്നറിയത്തില്ല. എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് പോയി അവിടെ നിൽപ്പുണ്ട് ആശാൻ.
എന്താകുമെന്നറിയത്തില്ല. അവിടെ ക്രിപ്റ്റോ അവിടെ ഓടി നടക്കുകയാണ് മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ക്രിപ്റ്റോനെ സ്പോട്ട് ചെയ്ത് അവിടെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് ചെന്നതാണ്, ഒരു രക്ഷയുണ്ടായില്ല. ഹോക്സിലെ മെമ്പേഴ്സ് പൊതിഞ്ഞിട്ടുണ്ട്. ബ്രൂട്ടൽ ടീം അവിടെ ബ്രൂട്ടൽ വൂൾഫൊക്കെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആർക്കെതിരെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ബ്രൂട്ടലിൻ്റെ അടുത്തേക്ക് പോകാം. ബ്രൂട്ടലിൻ്റെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുത്ത് ഓരോരോ മെമ്പേഴ്സിനെ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. ടീം നമ്പർ 6 1x പ്ലേയേഴ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ 1x പ്ലേയേഴ്സിനെ വളഞ്ഞിട്ടുണ്ട്. എന്തായാലും 1x ടോംബൊക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. തൊട്ടടുത്ത് ബ്രൂട്ടൽ ഫ്ലെയിം റൈസൺ എല്ലാം ഓടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രൂട്ടൽ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1x സൈക്ലോപ്സ് ഒക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. F2P ആൻഡ് വാർഗോഡിൻ്റെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാർഗോഡിൻ്റെ ഫൈറ്റിലേക്ക് പോകാം. വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാർഗോഡ് F2Pയിലെ സിയാസ് അവിടെ ഡൗൺ ആണ്. വാർഗോഡ് ജഡ്ജർ ഡൗൺ ആണ്. വാർഗോഡ് സാംസൺ മാത്രമേ ഉള്ളൂ. സാംസൺ ഒറ്റയ്ക്ക് ഫയർ എടുത്തുകൊണ്ടിരിക്കുന്നു. സാംസൺ ആണോ വൈപ്പ് ചെയ്യുക, ആരാണോ എന്നറിയില്ല. വാർഗോഡിനെ എന്തായാലും വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും F2P ആക്ടിവിസ്റ്റ് അവിടെ വാർഗോഡിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് മാറിയിരിക്കുകയായിരുന്നു എന്തായാലും വാർഗോഡ് ടീമിന്. അപ്പം PX എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. PX ഫിനിഷ്ഡ് ബ്രോ. PX എലിമിനേറ്റ് ആയിട്ടുണ്ട്. എലിമിനേറ്റഡ് ടീംസിനെ നമുക്ക് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ PX ടീം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ PB ടീം ഫിനിഷ് ആയിട്ടുണ്ട്. AGM ടീം ഫിനിഷ് ആയിട്ടുണ്ട്. സോൾട്ടി ടീം ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ കുറേയേറെ ബ്രെയിൻ ടീം, BIA ടീം, വാർഗോഡ് ടീം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി മെമ്പേഴ്സൊക്കെ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം എലവായിട്ടുള്ള. KWS ടീം ഇവിടെ ഓടി നടക്കുകയാണ്, ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത്. കേരള ടീം നല്ലൊരു റൊട്ടേഷൻ എടുത്ത് കോസ്മോട്രോണിൻ്റെ ഏരിയയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ ചാടിക്ക് തിർച്ചാസ് ഏരിയയിൽ ഇറങ്ങിയതാണ് നമ്മുടെ കേരള ടീം. എന്നിട്ട് അവിടെ നിന്ന് റൊട്ടേഷൻ എടുത്ത് കോസ്മോട്രോമിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും. അപ്പം ബാക്കി ഇനി അടുത്തടുത്ത് വരാൻ ചാൻസ് ഉള്ള ടീമുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. DC ടീമിനടുത്ത് DC ടീമിൻ്റെ അടുത്ത ടീം നമ്പർ 16 മെമ്പേഴ്സിനെ MRC ടീമിനെ കാണുന്നുണ്ട്. നമുക്ക് MRC ടീമുമായിട്ടുള്ള ഫൈറ്റ് DC എടുക്കുമോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ DC ആൻഡ് MRCയുടെ ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നോക്കാം. അവിടെ ടീം നമ്പർ 16 അടുത്തേക്കാണ് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചട്ടപ്പെട്ട ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. DC മെമ്പേഴ്സിന് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ആദ്യം ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. MRC പോക്കോ അവിടെ കണ്ടിന്യൂസ് ഫയർ ആയിരുന്നു. എന്തായാലും നല്ലൊരു കോമ്പൗണ്ടിൽ ഇടിച്ച് കയറ്റാൻ അവർക്ക് തക്ക സമയത്തിന് സാധിച്ചു DC ടീമിന്. അതോടൊപ്പം തന്നെ MRCയിലെ ട്രംപ്, ബീൻ എല്ലാം ടോമർ, ബീന്, പോക്കോ, റബലെല്ലാം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ളൂ. DC മെമ്പേഴ്സിനെതിരെ തുരുതുര വെടിയുണ്ടകൾ ഉതിർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ MRC ടീമിനെ നമുക്ക് കാണാം. DC ടീം തിരിച്ചൊട്ടും മോശമല്ലാതെ തന്നെ തിരിച്ച് കൗണ്ടർ ഫയർ ചെയ്യുകയാണ്. MRC റബൽ അവിടെ നിന്ന് നല്ലൊരു റൊട്ടേഷൻ എടുത്ത് വരുന്നുണ്ട്. ബ്ലൈൻഡ് വില്യംസ് അവിടെ സൈറസ് 006നെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് ആൻഡ് സൈറസിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അതിലോട്ട് പോയിട്ട് വരാം. DCയുടെ ഫൈറ്റ് ഇപ്പോൾ ഫിനിഷ് ആവാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ബ്ലൈൻഡിലെ മെമ്പേഴ്സ്, ബ്ലൈൻഡിലെ ആസ്ട്രിഡൊക്കെ സീനിയർ XP ഒക്കെ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് പോകാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ചെന്നിട്ടുണ്ട്. ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. നമ്മുടെ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവരെ DCയുടെ ഫൈറ്റിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ. DCയിലെ മെമ്പേഴ്സ് അവിടെ നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തൊട്ടിപ്പുറത്ത് റെഡെക്സ് ഇഗ്നൈറ്റ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് അവിടെ ഇഗ്നൈറ്റിൽ ഓരോന്നായിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫാൽക്കൺ മാക്സ് GCനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡെക്സിലെ മെമ്പേഴ്സ് ആൻഡ് MRCയുടെ ഫൈറ്റ് നടക്കുന്നത്. ഗ്രൗണ്ട് സീറോയുടെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഇഗ്നൈറ്റിലേക്ക് പോകാൻ നമുക്ക് ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഹോഗ് റൈഡറോടെ മാത്രമേ ബാലൻസ് ഉള്ളൂ. റെയിൻ GC അവിടെ ഡൗൺ ആണ്. മാക്സ് GC അവിടെ ഡൗൺ ആണ്. ഹോഗ് റൈഡർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം പ്രസൻറ്റ്. ഹോഗ് റൈഡറിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാൽക്കൺ ഇഗ്നൈറ്റ് അവിടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗ്രോസ് വെച്ചുള്ള സ്പ്രേയിൽ എന്തായാലും ഡൗൺ ആയിട്ടുണ്ട്. നമ്മുടെ ഇഗ്നൈറ്റ് ടീം കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ 5 കില്ല് എടുത്തിട്ടുള്ള ഇഗ്നൈറ്റ് ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ആയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോയിൽ റെയിൻ GC അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. റെയിൻ GCക്ക് ടോട്ടൽ 4 കില്ലാണ്. കില്ലും ഓൾറെഡി കില്ലായിട്ടുണ്ട്. ബാക്കി ഫൈറ്റ് നോക്കുവാണെങ്കിൽ അവിടെ MRC ടീം അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിട്ടുണ്ട് എന്തായാലും തോന്നുന്നു. പോഡ് ബോസ്റ്റോയുടെ അടുത്തേക്ക് വണ്ടി എടുത്ത് എന്തായാലും പോയിട്ടുണ്ട്. തൊട്ടടുത്ത് ക്രേസി ടീമിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ LX ടീം അവിടെ സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. LMX ടീം സോണിൻ്റെ ഡാമേജൊക്കെ നല്ലവണ്ണം എടുത്തിട്ട് പതുക്കെ പോകുന്നേ ഉള്ളൂ. എന്തായാലും അതേമാതിരി DKC ആറ്റമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. DKC ആറ്റമൊക്കെ വൈനറി റീജിയനിൽ കയറി ചെല്ലുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബ്ലൈൻഡ് ടീം അവിടെ കയറി ചെല്ലുന്നുണ്ട് DC ടീമിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവർ തമ്മിലുള്ള ഫൈറ്റ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ ചാൻസ് ഉണ്ട്. DC ടീമിൻ്റെ തൊട്ടടുത്തൂടെ പോകാനാണ് ചാൻസ്. ബ്ലൈൻഡ് സീനിയർ XP ഒക്കെ അവിടെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ വണ്ടി പൊട്ടിക്കിടക്കുന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. DC ടീമിൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഓട്ടി നടക്കുകയാണ്. തൊട്ടടുത്ത് DC ടീമിൻ്റെ കോമ്പൗണ്ടിൽ കൂടെ തന്നെ അടുത്തുകൂടെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വലിയ ഡാമേജുകളൊന്നും ഏറ്റു വാങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒരു വളവിനായിരുന്നു അവർ നിന്നിരുന്നത്. അപ്പോൾ ബ്ലൈൻഡ് ടീം എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് DCയുടെ അടുത്തു നിന്ന്. അതുമാതിരി തന്നെ KWSലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആർക്കെതിരെയാണെന്ന് അറിയത്തില്ല. എന്തായാലും KWS അവിടെ ദൂരെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. MRC ടീം അവിടെ സോണിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. മൗണ്ട് ക്രസ്നിയാക്ക് ഏരിയയിൽ ആരെയും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഗ്രൗണ്ട് ക്രസ്നിയാക്ക് ആരും ഇതുവരെ പിടിച്ചടക്കിയിട്ടില്ലെന്ന് തോന്നുന്നു.
അപ്പോൾ ഹൈ റിഡ്ജ് ഏരിയയിൽ അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ശ്രമം ആരും നടത്തുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ടീം നമ്പർ 16 അടുത്തേക്കാണ് കയറി ചെല്ലുന്നത്. 16 മെമ്പേഴ്സ് ഇതെല്ലാം നോക്കിയിരിക്കാൻ തോന്നുന്നു. വണ്ടി വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. എന്തായാലും അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുപ്പുറത്ത് വന്നിറങ്ങിയിട്ടുണ്ട്. ബ്ലൈൻഡ് ടീം ആൻഡ് മിസ്റ്റർ ബീനിൻ്റെ അടുത്തേക്കാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ബീനിനെ നോക്കാം. ഇപ്പോൾ ബ്ലൈൻഡ് ടീം അവിടെ വന്ന് ചുറ്റുപാടും വളഞ്ഞിട്ടുണ്ട്. ബ്ലൈൻഡിലെ സീനിയർ എക്സ് ഇവോസ് എല്ലാം അവിടെ നല്ല കണക്ക് വളഞ്ഞിട്ടുണ്ട്. നമ്മുടെ MRC ടീമിനെ അവിടെ വളഞ്ഞിട്ടുണ്ട്. ചേർന്ന പാടെ തന്നെ ഒരു നെയ്ഡ് എറിഞ്ഞിട്ടുണ്ട്. ഇവോസ് മിസ്റ്റർ ബീൻ്റെ ഹെൽത്ത് ഓൾമോസ്റ്റ് ഡൗൺ ആയിട്ടുണ്ട്. ബ്ലൈൻഡ് സീനിയർ എക്സ് MRC ടോമറിൻ്റെ നെയ്ഡിൽ ഡൗൺ ആയിട്ടുണ്ട്. ആസ്ട്രിക്സ് അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചു. ബ്ലൈൻഡ് വില്യംസ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടോമറിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇവോസ് അവിടെ നിന്ന് വണ്ടി എടുത്തൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവോസ് അവിടെ നിന്ന് വണ്ടി എടുത്ത് മാറി അപ്പുറത്ത് നിന്നിട്ടുണ്ട്. എന്തായാലും ബാക്കി ബ്ലൈൻഡ് വില്യംസിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ റബലിന് അവിടെ നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 1Xലെ മെമ്പേഴ്സ് MRC തോമ്പാന്ന് തോന്നുന്നു ഡൗൺ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും MRCയിൽ ഒരു റബലിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവോസൊക്കെ അവിടെ നല്ലൊരു കവറിൽ എത്തിയിട്ടുണ്ട്. 1Xലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. പോക്കോയുടെ അടുത്തേക്ക് ബ്ലൈൻഡിലെ മെമ്പേഴ്സ് കയറി ചെല്ലുന്നുണ്ട്. പോക്കോ അവിടെ വെളിയിൽ കൂടെ കയറി വരുന്നുണ്ട്. നല്ല ഡാമേജൊക്കെ കിട്ടി. അവിടെ 2 മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇവോസ് ആൻഡ് വില്യംസ് അവിടെ കയറി ചെല്ലുന്നുണ്ടായിരുന്നു. ഇവോസ് ആൻഡ് വില്യംസിനെ കൂടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇവോസ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. പോക്കോ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പോക്കോയുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. പോക്കോ ഇതൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ തൊട്ടടുത്തോട്ട് തന്നെ ഓടുന്നുണ്ട്. പോക്കോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും അപ്പം ബ്ലൈൻഡിലെ 2 മെമ്പേഴ്സ് ചേർന്ന് അവിടെ MRC ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1X അവിടെ തേർഡ് പാർട്ടി എടുക്കാൻ ചെന്നിട്ടുണ്ട്. 1Xലെ മെമ്പേഴ്സ് ടോംബ് ആൻഡ് സൈക്ലോപ്സ് ഒക്കെ ഓടി വരുന്നുണ്ട്. ബ്ലൈൻഡ് ഇവോസ് വില്യംസ് ഇതിൻ്റെ അടുത്ത് തേർഡ് പാർട്ടി എടുക്കാനായിട്ടുള്ള ശ്രമത്തിൽ എത്തുന്നുണ്ട്. അടുത്തടുത്തുള്ള ടീമുകൾ പറയാൻ വേറെ ആരെയും കാണുന്നില്ല. തൊട്ടടുത്ത് ഫൈറ്റുകൾ നടക്കാൻ ചാൻസ് ഉള്ള ടീമുകൾ ആരെയും കാണുന്നില്ല. അപ്പോൾ ഹോക്സ് ആൻഡ് F2Pയുടെ ഫൈറ്റ് മിക്കവാറും നടക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ KWS ടീം അവിടെ എത്തിയിരുന്നു. KWS ടീമുമായിട്ടുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. KWS ക്രോണോസൊക്കെ 1Xലെ 2 മെമ്പേഴ്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. KWS മോട്ടലൊക്കെ അവിടെ തേർഡ് പാർട്ടി എടുക്കാൻ വന്നവരെ ഫോർത്ത് പാർട്ടി എടുത്തിട്ടുണ്ട്. എന്തായാലും KWS ടീം 1X സൈക്ലോപ്സ് മാത്രം ശേഷിക്കെ ബാക്കി മെമ്പേഴ്സ് ബ്ലൈൻഡ് ടീം അവിടെ ഉണ്ട്. KWS ടീം മെമ്പേഴ്സ് അവിടെ ഉണ്ട്. ബ്ലൈൻഡ് യുവേഴ്സ് ഒക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. 1X സൈക്ലോപ്സ് ഒക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ബാക്കി 1Xലെ മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. KWSലെ മെമ്പേഴ്സ് അവിടെ വന്ന് ഫോർത്ത് പാർട്ടി എടുത്തിട്ടുണ്ട്. തേർഡ് പാർട്ടി എടുക്കാൻ ചെന്ന 1Xനെ. അപ്പോൾ 1Xലെ ഇനി ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ. ബ്ലൈൻഡ് യുവേഴ്സ് അവിടെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. വണ്ടി ഒന്ന് സേഫ് ആയിട്ട് ആക്കിയിട്ടുണ്ട്. ബാക്കി KWS ക്രോണോസിനെതിരെ ഒരു ഫയറിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1X സൈക്ലോപ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. റെഡ് എക്സിലെ ക്രോണോസിന് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ KWS റെഡ് ഹുഡൊക്കെ അവിടെ ഒരു കോമ്പൗണ്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി എവിടെയെങ്കിലും ഫൈറ്റ് നടക്കുന്നുണ്ടോ നോക്കാം. ബാക്കി എങ്ങും നമ്മുടെ LMX ആൻഡ് ടീം നമ്പർ 18 അടുത്തടുത്ത് എത്തുന്നുണ്ട്. അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സോണിലേക്ക് ഇരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അവർ സ്ലോട്ട് നമ്പർ 18ലെ മെമ്പേഴ്സ് അവിടെ ഇതെല്ലാം നോക്കിയിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പം ഏരീസിലെ രണ്ട് BRDയും ഒക്കെ എടുത്തിട്ടാണ് എത്തിയേക്കുന്നത് നമ്മുടെ ആശാന്മാർ. LMXലെ ആശാന്മാർ 2 BRDയും സിറമൊക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിപ്പുണ്ട്. എന്തായാലും മാഡ് മാക്സ് GC ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിൻ്റെ ഫൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഹോഗ് റൈഡർ നോക്കാം. മാഡ് മാക്സിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ടീം നമ്പർ 12 ഫൈറ്റ് നടന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും 12ലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റിൽ അവർക്ക് LX ടീമാണെന്ന് തോന്നുന്നു. എന്തായാലും മാഡ് മാക്സിനെയും കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ LX ടീമിൻ്റെ അടുത്ത് അവിടെ 3 ടീം എത്തിയിട്ടുണ്ട്. ക്രേസിയിലെ മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ക്രേസി മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് LXലെ മെമ്പേഴ്സ് ഉണ്ട്. ക്രേസി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ഫയറിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നല്ലൊരു LX സ്നൈപ്സ് ഒക്കെ ഇവിടെ ക്രേസി ഏരീസിൻ്റെ അടുത്തേക്ക് നെയ്ഡൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താകുമെന്ന് അറിയത്തില്ല. നെയ്ഡാണോ പൊളിയാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അവർ ഇട്ടിട്ടുണ്ട്. LMX ID അവിടെ ഡൗൺ ആയിട്ടുണ്ട്. എന്തായാലും സ്നൈപ്സിൻ്റെ നെയ്ഡിൽ KWS ക്രോണോസ് അവിടെ ഡൗൺ ചെയ്തു. ബ്ലൈൻഡ് വില്യംസ് അവിടെ ക്രോണോസിൻ്റെ കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് ആൻഡ് KWSൻ്റെ ഫൈറ്റ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ക്രേസിയുടെ ഫൈറ്റ് അവിടെ നടക്കുന്നേ ഉള്ളൂ. ക്രേസി സൈക്കോ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. DKC നിഞ്ച അവിടെ കയറി ചെന്ന് എന്തായാലും ഡൗൺ ചെയ്തിട്ടുണ്ട്. LXലെ ബാക്കി മെമ്പേഴ്സ് അവിടെ കയറി ചെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ നിന്ന് ഫയർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൈൻഡിൻ്റെ ഫൈറ്റ് എന്തായാലും നോക്കാം. ബ്ലൈൻഡ് ആൻഡ് KWSൻ്റെ ഫൈറ്റ് എന്തായാലും നോക്കാം. ബ്ലൈൻഡ് യുവേഴ്സ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. DEC കില്ലേഴ്സ് DEC ടീം അവിടെ എത്തിയിട്ടുണ്ട്. 1X സൈക്ലോപ്സ് അവിടെ ഉണ്ട്. 1X സൈക്ലോപ്സിനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കില്ല് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. DEC ആഷിക്ക് എന്തായാലും KWS റെഡ് ഹുഡിനെ ബ്രൂട്ടൽ ഫ്ലെയിം ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രൂട്ടൽ ടീം അവിടെ ഇത് 5ാമത്തെ 6ാമത്തെ പാർട്ടിയാണ് ഇപ്പോൾ തൽക്കാലം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് DEC ടീം അവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. ഈ ഒരു കോമ്പൗണ്ടിൽ എത്ര ശവപ്പെട്ടികളാണ് തൽക്കാലം ഇരിക്കുന്നത് എന്നറിയത്തില്ല. DEC ടീം അവിടെ വന്ന് കയറുന്നുണ്ട്. ബ്ലൈൻഡ് ടീം KWS ടീം DEC ടീം അതേപോലെ ബ്രൂട്ടൽ ടീമും എല്ലാം പങ്കുചേരുന്നു ഈ ഫൈറ്റിൽ. അപ്പം മൾട്ടിപ്പിൾ ടീംസിൻ്റെ ഫ്ലൈറ്റാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. DEC വില്യംസ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വില്യംസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബ്ലൈൻഡ് വില്യംസ് ഒറ്റയ്ക്ക് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബ്ലൈൻഡ് വില്യംസിനെ വില്യംസ് അവിടെ ബിഗ് ബോസിനെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. വില്യംസിൻ്റെ അടുത്തേക്ക് പോകാം.
ഈ വില്യംസിനെ നമുക്ക് സ്പെക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്തായാലും ഒരു മോളിയും ഇതൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഷെറോനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഡി സിയിലെ മെമ്പേഴ്സ് അവിടെ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡി സിയിലെ മെമ്പേഴ്സ് ഇപ്പുറത്ത് വെളിയിൽ ബ്ലൈൻഡ് വില്യംസ് ഇറങ്ങിയിട്ടുണ്ട്. പുറകെ കൂടെ ഏതെങ്കിലും മെമ്പേഴ്സ് അടിക്കുമെന്നുള്ള അറിയത്തില്ല. എന്തായാലും വെളിയിൽ കൂടെ ഡി സി ഹോണറ്റ് എല്ലാം അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡി സി ഹോണറ്റ് അവിടെ കയറി ചെന്നിട്ട് ഹോണറ്റിനെ അവിടെ സ്പോട്ട് ഗ്രോസ് വെച്ച് ഡൗൺ ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡി സി മെമ്പേഴ്സ് ബ്ലൈൻഡ് വില്യംസ് ഇവേഴ്സ് അവിടെ നിന്ന് മോളിയൊക്കെ എറിയുന്നുണ്ട്. വെളിയിൽ കൂടെ മെമ്പേഴ്സ് കയറി വരുന്നുണ്ട്. വെളിയിൽ കൂടെ ത്രോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതാണ്ടൊക്കെ ചന്നം വില്ലും ത്രോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇഷ്ടംമാതിരി ശവപ്പെട്ടികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കി ബ്ലൈൻഡ് വില്യംസ് ഇപ്പോഴും അവിടെ ചാടി നടക്കുന്നുള്ളൂ. ഡി സിക്കാരൻ ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ KWHിലെ ബ്രൂട്ടൽ ടീം KWH ചാൻ അവിടെ ബ്രൂട്ടലുമായിട്ടുള്ള ഫൈറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. ബാക്കി ഇപ്പോഴും അവിടെ ഫയർ കൊടുക്കുന്നില്ല. ഇവോസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കരൺ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഡി സി കില്ലേഴ്സ് മാത്രം ബാലൻസ്. ആഷിക്ക് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ബ്ലൈൻഡ് വില്യംസിൻ്റെ മനോഹരമായ പ്രകടനം. വില്യംസ് ഒറ്റയാൾ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കി മെമ്പേഴ്സിന് ബ്രൂട്ടൽ ടീം KWH സ്റ്റാനിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ബ്രൂട്ടൽ ഡി സിയിലെ മെമ്പേഴ്സിനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും റിവൈവൽ എന്തോ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ബാക്കി മെമ്പേഴ്സിൻ്റെ ഡി സിക്ക് കില്ലറിനെ അവിടെ നല്ല ഡാമേജ് കൊടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ സ്വിച്ച് ചെയ്തെങ്കിലും നടന്നില്ല. ബ്ലൈൻഡ് വില്യംസ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് 14 കില്ലെടുത്ത് അവിടെ എലിമിനേറ്റ് ആകുമ്പോൾ ഡി സി ടീം അവിടെ ഹാൻഡ് നേടിയിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് ബ്രൂട്ടൽ ടീം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ബ്രൂട്ടൽ ടീം ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രൂട്ടൽ ടീം അവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഡി സിയുടെ അടുത്തേക്ക് കയറാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. നമ്മുടെ KWH ടീമിനെ വൈപ്പ് ചെയ്തിട്ട് ബ്രൂട്ടൽ ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നു. 4 കില്ലോടുകൂടി ബ്രൂട്ടൽ വൂൾഫിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൽക്കാലം. അപ്പോൾ സോണിൽ ഇപ്പോൾ തൽക്കാലം ഒരു ടീമും ഇല്ലെന്ന് പറയാം. F2P ടീമിൻ്റെ ഒരു ഭാഗവും ഗ്രൗണ്ട് സീറോ ടീമിൻ്റെ ഒരു ഭാഗവും മാത്രമേ ഉള്ളൂ. നമ്മുടെ ടീം നമ്പർ 12 DKG നിഞ്ച ഒക്കെ അവിടെ ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 2 മെമ്പേഴ്സിന് വേണ്ടി അവിടെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ടീം നമ്പർ 2 മെമ്പേഴ്സ് അവിടെ ഫയർ BRDM വെച്ച് ഹോക്സ് ടീമുമായിട്ടുള്ള ഫയറിങ് അവിടെ നടക്കുന്നേ ഉള്ളൂ. LX ടീം വേഴ്സ് ഹോക്സ് നടക്കുന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് F2P മെമ്പേഴ്സ് ദൂരെ നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. എന്തായാലും BRDM ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ LXിലെ മെമ്പേഴ്സ് പോകാനുള്ള ശ്രമം LX ഹൂളിഗൻ അവിടെ ഡിലോപ്സിന് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. റേഞ്ച് GC അവിടെ LXിലെ ARLനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റേഞ്ച് GC അവിടെ LX ARL എവിടെ ആയിരുന്നു അറിയില്ല. ഹോക്സിലെ 2 മെമ്പേഴ്സ് ഡൗൺ ആയിട്ടുണ്ട്. ബാക്കി ഹോക്സിലെ വില്ലനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നിഞ്ച അവിടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പം BRDM ഒക്കെ ഇടിച്ചങ്ങോട്ട് കയറ്റാനുള്ള ശ്രമത്തിലാണ്. BRD ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. നല്ലൊരു കവർ കിട്ടിയിട്ടുണ്ട് BRDൻ്റെ അവിടെ ഹോക്സ് വില്ലന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. വില്ലൻ അവിടെ ഡൗൺ ആണ്. നിഞ്ച അവിടെ ഡൗൺ ആണ്. നിഞ്ചയ്ക്ക് അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. സ്നൈപ്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ ട്രയംഫ് ഇപ്പോഴും അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. നിഞ്ച അവിടെ അപ്പോൾ LX സ്നൈപ്സ് ഇപ്പോഴും അതുവഴി ഓടി ഹോക്സിന് ഹീൽ ചെയ്യാൻ ടൈം കൊടുക്കുന്നില്ല. ഹോക്സിന് ഹീൽ ചെയ്യാൻ ടൈം സ്നൈപ്സ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പം വില്ലൻ്റെ അടുത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിഞ്ച OP. അപ്പം നിഞ്ച അവിടെ വില്ലനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ടോ ഇല്ല. അപ്പം ഹോക്സ് ടീം അവിടെ ഇത് ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്ലച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതേമാതിരി F2P ആക്ടിവിസ്റ്റിനെ ഒക്കെ നോക്കുകയാണെങ്കിൽ F2Pയിലെ ആക്ടിവിസ്റ്റൊക്കെ ഇവിടെ ദൂരെ നിന്ന് ഫയറിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹോക്സ് പാണ്ട അവിടെ സോണിൽ പെട്ട് ഡൗൺ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രൂട്ടൽ ടീം ആൻഡ് DCയുടെ ഫൈറ്റിലേക്ക് പോകാൻ DC കില്ലേഴ്സ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. DC കില്ലേഴ്സ് അവിടെ ബ്രൂട്ടലിൻ്റെ മെമ്പേഴ്സ് DCക്കെതിരെ ക്ലച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രൂട്ടൽ ടീം മനോഹരമായിട്ട് ബ്രൂട്ടലി തന്നെ ഫയറ്റ് എടുക്കുന്നു പറഞ്ഞാൽ ബ്രൂട്ടൽ ടീമിലെ കിൽ മൊത്തം 7 ആയിട്ടുണ്ട്. ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. സോൺ വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോൾ DC ടീം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അടുത്ത് തന്നെ LMX ആൻഡ് ZRMൻ്റെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. LMX ടീം BRDM ഒക്കെ എടുത്ത് കയറി ചെന്നിരുന്ന നമ്മുടെ ടീം നമ്പർ 11ൻ്റെ അടുത്തേക്കാണ്. ഓക്കെ, BRDM പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഞാൻ അവിടെ കാണുന്നു. തൊട്ടടുത്ത് കേരള ടീമിനെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. കേരള ടീം ഇതൊക്കെ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടി പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. ഇഗ്നൈറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമാകാൻ ചാൻസ് ഉണ്ട്. ഉടൻ തന്നെ കേരള ടീം ഇവിടെ ദൂരെ നിന്ന് ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കേരളയിലെ മെമ്പേഴ്സ് ഫയർ ഒന്നും കൊടുത്തിട്ടില്ല. ഇഗ്നൈറ്റിലെ LMXിലെ മെമ്പർ അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. കേരള ലിക്വിഡിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവർ നേരത്തെ ഒന്ന് ഫൈറ്റ് എടുത്തിരുന്നെങ്കിൽ മേ ബി. അപ്പോൾ കേരള ലിക്വിഡിനൊക്കെ നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. LMX ടീം മെമ്പേഴ്സ് അവിടെ കണ്ടിന്യൂസ് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിനിസ്ട്രോ ഒക്കെ അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. ബ്രൂട്ടൽ വൂൾഫ് അവിടെ പ്ലേ സോണിൽ പെട്ട് ഡൗൺ ആയിട്ടുണ്ട്. LMX മെമ്പേഴ്സ് വേഴ്സ് കേരളയുടെ ഫൈറ്റാണ് ഇപ്പോൾ തൽക്കാലം നടക്കുന്നത്. കേരള സോണിക്കൊക്കെ LMX ID ഒക്കെ അവിടെ ചാടി നോക്കുന്നുണ്ട്. മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചാടുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് നേടും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നേട് മോളി തൊട്ടപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നേടും മോളിയൊക്കെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്മോക്കൊക്കെ ഇടുന്നുണ്ട്. അവിടെ നിന്ന് കേരള ലിക്വിഡിന് നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കേരള ലിക്വിഡിനെ ആരാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്? ZRM ടീം മെമ്പേഴ്സ് അവിടെ അടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ കേരള ലിക്വിഡിന് ZRM ടീം മെമ്പേഴ്സിൻ്റെ തേർഡ് പാർട്ടി അടിച്ചുകൊണ്ടിരിക്കുന്നു.
LMX ടീം ഇവിടെ BRD എടുത്തൊക്കെ മേളിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് കേരള ടീമിൻ്റെ ഫൈറ്റ് ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. LMXുമായിട്ടുള്ള ഫൈറ്റാണ് നടക്കുന്നത്. കേരള ടീം LMX 4 കിലോട് കൂടി നിൽക്കുന്നു. കേരളയിലെ മെമ്പേഴ്സിനെ നോക്കാം, കേരള ടീം മെമ്പേഴ്സ് 2 കിലോട് കൂടി നിൽക്കുന്നു. അപ്പോൾ LMX മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സോണിക്കൊക്കെ. നീടുകളും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് വന്ന് ഇരിപ്പുണ്ട്. തൊട്ടിപ്പുറത്ത് നോക്കാം LXലെ മെമ്പേഴ്സ്. LMX ID തൊട്ടടുത്ത് ബ്രൂട്ടൽ ടീമും വന്ന് കയറുന്നുണ്ട്. LMX IDക്ക് നല്ല ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രൂട്ടൽ ടീമിനെ നോക്കാം. ബ്രൂട്ടലിലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. LMXലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. LMX IDനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ LMX IDക്ക് നല്ല ഡാമേജ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ബ്രൂട്ടൽ വൂൾഫിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം ബ്രൂട്ടൽ വൂൾഫ് അവിടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാൻ. BRDത്തിനകത്ത് കയറിയിരിപ്പുണ്ട്. എന്തായാലും ബ്രൂട്ടൽ വൂൾഫിന് നല്ല ഡാമേജ് LMXൽ ഇഗ്നൈറ്റ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബ്രൂട്ടൽ വൂൾഫിനെ. LMX മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ പോരാടുന്നുണ്ട്. അപ്പോൾ LMX മെമ്പേഴ്സ് ബ്രൂട്ടൽ ടീമുമായിട്ട് മനോഹരമായിട്ട് പൊരുതി കയറുന്നുണ്ട്. അപ്പോൾ ബ്രൂട്ടലിലെ റോഗൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ BRDത്തിനകത്ത് കയറി ഇറങ്ങുകയും ചാടുകയൊക്കെ ചെയ്യുന്നത് ഒരു ആവശ്യമില്ലാത്തത് നീക്കുമായിരുന്നു. എന്തായാലും LMX ജിൻവായിട്ട് ബ്രൂട്ടൽ റൈസനൊക്കെ ഹീലായിട്ട് അവിടെ വണ്ടി പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. അകത്ത് കയറുന്ന ഹീലിങ്ങും ഫസ്റ്റ് എയ്ഡും ഒക്കെ എടുക്കുന്നുണ്ട്. LMXലെ മെമ്പേഴ്സ് ചാടിപ്പൂരി കയറി വരുന്നുണ്ട്. ബ്രൂട്ടൽ റോഗിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് സോൺ അവിടെ എത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ സോൺ അവിടെ പൊട്ടിക്കാൻ ബ്രൂട്ടൽ റോഗ് വണ്ടി പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. വണ്ടി BRD എപ്പോൾ വേണേലും പോട്ടാം. BRD പൊട്ടുന്നതിന് മുമ്പ് ബ്രൂട്ടൽ റോഗിനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ LMX സിങ്സിന് അവിടെ സോണിൻ്റെ ഡാമേജ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സോണിൻ്റെ ഡാമേജ് കിട്ടിയപ്പോൾ അത് വേറെ രീതിയിലായിട്ടുണ്ട്. LMX അപ്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രൂട്ടലിൻ്റെ ബാക്കി ഒരു മെമ്പർ ഇവിടെ ഉണ്ട്. ആ മെമ്പർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ LMX ഇഗ്നൈറ്റ് അവിടെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഒന്ന് നിൽക്കുമോ? ഓക്കെ, ഇഗ്നൈറ്റ് നോക്കാം. ഇഗ്നൈറ്റ് അവിടെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കേരള ടീം അവിടെ ഫിനിഷ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോടൊപ്പം ZRM ടീം അവിടെ സോണിൽ കയറാൻ ചെയ്യുന്നു. ഗ്രൗണ്ട് സീറോ സോണിൽ കയറാണ്ട് F2P ടീം അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വമ്പിച്ച് ഫയറിംഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇങ്ങനെ ബ്രൂട്ടൽ റോഗ് അവിടെ കയറി വരുന്ന റോഗിനെ സ്പ്രേ ചെയ്ത് ബ്രൂട്ടൽ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. LMX ടീമിൻ്റെ മനോഹരമായ പ്രകടനം. ജിങ്സ് വൈറ്റി അവിടെ സംഭവം സർവൈവ് ചെയ്തിട്ടുണ്ട്. BRD ഒക്കെ പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രൂട്ടൽ വന്ന വണ്ടിയിൽ പോകാനുള്ള ശ്രമത്തിലായിരിക്കും ഇനി അവർ. എന്തായാലും ഡാമേജൊക്കെ നല്ലവണ്ണം കണ്ട് നമ്മുടെ F2P ആക്ടിവിസ്റ്റൊക്കെ അവിടെ മാക്സിമം ഫയർ കൊടുത്തു. ZRMലെ മെമ്പേഴ്സിനെ അവിടെ തുരുതുരെ ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൂണറ്റിക്ക് അവിടെ ഡൗൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇപ്പോൾ തൊട്ടപ്പുറത്ത് വണ്ടിയൊക്കെ പൊട്ടിക്കുള്ള വണ്ടി പൊട്ടുവാണെങ്കിൽ അവിടെ നല്ല ഡാമേജ് കിട്ടാൻ ചാൻസ്. ZRMലെ ബാക്കി പ്ലേയേഴ്സ് തൊട്ടടുത്തൂടെ തന്നെ പോകുന്നു. ZRM മെമ്പേഴ്സിന് തുരുതുരെ ഫയറിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹോഗ് റൈഡറൊക്കെ ZRM ലൂണറ്റിക്കിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡ്രെയിൻ GC അവിടെ ZRMലെ മെമ്പേഴ്സ് തേർഡ് പാർട്ടി അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് അവിടെ മനോഹരമായിട്ട് തേർഡ് പാർട്ടി അടിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് നിൽക്കുകയാണ് ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ്. ബാക്കി ZRM മെമ്പേഴ്സ് അവിടെ സോണിൻ്റെ അരികിൽ കയറിയിട്ടുണ്ട്. എൻഡ് ഓഫ് ദി സോണിൽ നിൽക്കുകയാണ്. LMX ടീം അവിടെ തൊട്ടപ്പുറത്ത് തന്നെ എത്തിയിട്ടുണ്ട് അവരുടെ അടുത്തേക്ക്. അപ്പം ബാക്കി 4 ടീമുകളിലായിട്ട് 10 മെമ്പേഴ്സാണ് ലവായിട്ടുള്ളത്. ഹോഗ് റൈഡർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദില്ലി സൂട്ടൊക്കെ എടുത്ത് F2P ടീമിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നോക്കാം നമുക്ക്. F2Pയിലെ മെമ്പേഴ്സ് അവിടെ ഓൺ ഫുട്ട് കയറി വരുവാണ്. തൽക്കാലം ZRM സവിനെയൊക്കെ നോക്കാം. സവിയൊക്കെ തൊട്ടടുത്ത് F2Pയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സാണ് സ്പോട്ട് ചെയ്യുന്നത്. അവരുടെ അറിയത്തിലെ LMXലെ ഇഗ്നൈറ്റൊക്കെ എപ്പോഴും ഒരു കോണിൽ നിൽക്കുന്നേ ഉള്ളൂ. അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. നബ്സിയൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. സോണിലോട്ടുള്ള ഒരു ചെറിയ കയറ്റങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സിനെ എപ്പോൾ വേണമെങ്കിലും സ്പോട്ട് ചെയ്യാം. LMXൻ്റെ പ്ലേയേഴ്സ് ഗ്രൗണ്ട് സീറോയിലെ 2 മെമ്പേഴ്സ് ഉള്ള ഹോഗ് റൈഡറും ജെയിൻ GC F2P ടീമിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. F2P ടീമിന് എതിരെ ഫയർ കൊടുക്കാനുള്ള ശ്രമത്തിലായിരിക്കും നമ്മുടെ ഗ്രോസാകാരൻ ഹോഗ് റൈഡർ. അപ്പോൾ F2P അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ബാക്കിൽ കൂടെ LMX ടീം കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും LMX ടീം നല്ല ദൂരത്തിലാണ്. ഗ്രൗണ്ട് സീറോനെ കാണാൻ ചാൻസ് ഇല്ല. നമ്മുടെ F2P മെമ്പേഴ്സാണ് അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിനെതിരെ F2P M24 വെച്ചുള്ള മാക്സിമം സ്പോട്ടിങ് ആൻഡ് ഫയറിങ് നടത്താനുള്ള ശ്രമത്തിലാണ്. F2P ആക്ടിവിസ്റ്റൊക്കെ സോണിൻ്റെ എഡ്ജിൽ ഇതുവരെ എത്തിയിട്ടില്ല. അവർ കയറുന്നേ ഉള്ളൂ തൽക്കാലം എന്ന് പറയാം. സ്മോക്ക് പാത്തൊക്കെ ഉണ്ടാക്കി കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെമ്പേഴ്സ്. F2Pയിലെ മെമ്പേഴ്സ് സ്മോക്ക് പാത്തൊക്കെ ഉണ്ടാക്കി കയറിക്കൊണ്ടിരിക്കുകയാണ്. F2P നക്കിളൊക്കെ അവിടെ ഓടി നടക്കുന്നത് കാണാം. നമുക്ക് ഹോഗ് റൈഡറിലെ മെമ്പേഴ്സിൻ്റെ തൊട്ട് മുകളിൽ നമ്മുടെ LMXലെ പ്ലേയേഴ്സ് എത്തിയോ നോക്കാം. LMXലെ പ്ലേയേഴ്സിനെ നോക്കാം നമുക്ക്. ഡ്രെയിൻ GCനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും
ഹോഗ് റൈഡറിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. LMX ഇഗ്നൈറ്റ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇഗ്നൈറ്റ് അവിടെ ZRM സവിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സവിക്ക് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. സവി ഓൾമോസ്റ്റ് 10 HP അവിടെ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 HP അവിടെ എത്തിയിട്ടുണ്ട്. ZRM ആംപുഷ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. LMX ജിൻ വൈറ്റി അവിടെ കയറി ചെന്നിട്ടുണ്ട്. ആംപുഷിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. റേഞ്ച് GC ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. LMX ഇഗ്നൈറ്റിനെയൊക്കെ സ്പോട്ട് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്മോക്കൊക്കെ ഇട്ട് ഒരു രക്ഷാകവചം തീർക്കുകയാണ് ഉദ്ദേശിക്കുന്നു. ബാക്കി നോക്കുവാണെങ്കിൽ നമ്മുടെ ഹോഗ് റൈഡർ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുള്ളൂ. ഇഗ്നൈറ്റിലെ മെമ്പേഴ്സ് അവിടെ കണ്ടിന്യൂസ് ZRMൽ ഷെവിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇഗ്നൈറ്റിലെ നല്ല റീക്കോയില് നമ്മുടെ ZRM ആംപുഷ് മാത്രം ഇനി ബാലൻസ് ഉണ്ട്. ആംപുഷിനെ കൂടെ സ്പോട്ട് ചെയ്ത് കയറിക്കുന്നുണ്ട്. F2P മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. F2P മെമ്പേഴ്സിനെതിരെ ഫൈറ്റ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ZRM ആംപുഷ് ഇപ്പോഴും അവിടെ നിന്ന് ഫയർ കൊടുക്കുന്നത്. ലിങ്ക്സ് വൈറ്റി അവിടെ ഇപ്പോഴും ഓടിച്ചെല്ലുന്നുണ്ട്. ലിങ്ക്സ് വൈറ്റിയുടെ അടുത്തേക്ക് ഇപ്പോൾ ഫയറിങ് നടക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയത്തില്ല. എന്തായാലും അവർ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. സ്മോക്കൊക്കെ ഇട്ട് നിൽക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. F2P നാക്കുൾ അവിടെ നഫ്സി ദൂരെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ട്. നഫ്സിയുടെ അടുത്തേക്ക് സോൺ എത്തിക്കൊണ്ടിരിക്കുന്നത്. നഫ്സി സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സോണിലേക്ക് ചേർന്ന് പോകുന്നതനുസരിച്ച് ZRM ആംപുഷ് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ZRM ആംപുഷ് അവിടെ മോളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ലിങ്ക്സ് വൈറ്റിയുടെ അടുത്തേക്കൊക്കെ തോന്നുന്നു മോളി ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡാമേജ് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ആശാൻ അവിടെ ശ്രമിക്കുന്നുണ്ട് മാക്സിമം. ഇഗ്നൈറ്റ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റേഞ്ച് GC ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അവർ സ്മോക്ക് ഇട്ട് അവർ വേറെ സ്പോട്ടിൽ കൂടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു സ്മോക്ക് ഇട്ടിട്ടുണ്ട് തൊട്ടപ്പുറത്ത്. രക്ഷയില്ലാത്ത കവറിങ് ആൻഡ് പ്ലേ ആണ് നമ്മുടെ റേഞ്ച് GCയുടെ ഒക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം 5 ടീമുകളും അടുത്തടുത്ത് കയറിക്കൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് നമുക്ക് നോക്കാം. റേഞ്ച് GC അവിടെ ഒരു കവറിലെത്തിയിട്ടുണ്ട്. LMX ടീം അവിടെ ഒരു കവറിലെത്തി നിന്നിട്ടുണ്ട്. LMXലെ ജിൻ വൈറ്റി ഒരിടത്ത്, നെപ്സി ആൻഡ് ഇഗ്നൈറ്റ് ഒരിടത്ത്, തൊട്ടടുത്ത് ആംബുഷ് ഒരിടത്ത്, നമ്മുടെ F2Pയിലെ മെമ്പേഴ്സ് ഒരിടത്തായിട്ട് നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും സോണിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് ഡാമേജ് കൊടുക്കുന്ന രീതിയിൽ എന്തായാലും ആംബുഷിന് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. ഇഗ്നൈറ്റിന് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. ഹോഗ് റൈഡർ അവിടെ കയറി തേർഡ് പാർട്ടി എടുക്കാൻ ചാൻസ്. റേഞ്ച് GCനെ അവിടെ സ്പോട്ട് ചെയ്ത് F2P ആക്ടിവിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹോഗ് റൈഡർ അവിടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ റിവൈവ് ചെയ്യേണ്ടതുണ്ട്. LMXൽ ഇഗ്നൈറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LMXലെ മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്ന തരത്തിൽ ഹോഗ് റൈഡറിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നോക്കുവാണെങ്കിൽ ജിൻ വൈറ്റി അവിടെ ആംബുഷിനടുത്തേക്ക് കയറി ചെല്ലുന്നു. അവർ തമ്മിലുള്ള ഫൈറ്റ് ആംബുഷ് അവിടെ ഫിനിഷ് ആവാൻ ചാൻസ് ഉണ്ട്. ആംബുഷ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഹോഗ് റൈഡറിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെമ്പർ. നമ്മുടെ ഹോഗ് റൈഡർ നല്ല ഡാമേജ് 1 HP എന്ന് പറയാം. ഏകദേശം 1 HP അവിടെ എത്തി നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഹീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. റേഞ്ച് GC അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. റേഞ്ച് GCനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു സ്മോക്ക് കൂടി ഇടാനുള്ള ചാൻസ് അവർക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു സ്മോക്ക് കൂടി ഇടുവാണെങ്കിൽ തൊട്ട് അപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചേനെ. എന്തായാലും LMX ടീമിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോഗ് റൈഡർ എന്തായാലും മേളിലോട്ടുള്ള ഒരു സ്പോട്ടിൽ കയറിക്കൊണ്ടിരിക്കുന്നു. തൊട്ട് മേളിൽ കൂടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. F2P മെമ്പറിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ F2P മെമ്പേഴ്സ് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് GC F2P ആക്ടിവിസ്റ്റ് വീണ്ടും ഹോഗ് റൈഡറിനെ ഡൗൺ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത റേഞ്ച് GC മാത്രം ബാലൻസ് ആകുമ്പോൾ റേഞ്ച് GC അവിടെ സോണിൻ്റെ ഡാമേജ് കൊണ്ട് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ F2P പ്ലേയേഴ്സ് അവിടെ കയറി ഓടി നടക്കുന്നുണ്ട്. ജിൻ വൈറ്റി ആൻഡ് LMXലെ പ്ലേയേഴ്സ് മാത്രം 7 കിലോട് കൂടി നമ്മുടെ F2P ആൻഡ് 10 കിലോട് കൂടി LMXലെ പ്ലേയേഴ്സുമാണ് അവിടെ ഉള്ളത്. LMXലെ നബ്സിയൊക്കെ അവിടെ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നബ്സി ജിൻ വൈറ്റി ആക്ടിവിസ്റ്റിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ടിവിസ്റ്റിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ല. ആക്ടിവിസ്റ്റ് ഇപ്പോഴും അവിടെ ഫയർ കൊടുക്കൊണ്ടിരുന്നുള്ളൂ. ഓക്കെ, മാക്സിമം ഡാമേജ് ഇതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കവറിങ്. F2P ആക്ടിവിസ്റ്റിൻ്റെയൊക്കെ കവറിങ്. ജിൻ വൈറ്റ് ഇപ്പോഴും അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഒറ്റയ്ക്ക് നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തൊട്ടടുത്ത് ഓടുക ചാടുക താഴെ വീഴുക എന്നൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അറ്റ് പ്രസൻറ്റിൽ 2 ടീമുകൾ തമ്മിലുള്ള ഫൈറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ടീമുകൾ F2P ആക്ടിവിസ്റ്റ് ആൻഡ് LMXലെ 2 മെമ്പേഴ്സ് നബ്സി ആൻഡ് ജിൻ വൈറ്റിയാണ്. അപ്പോൾ LMXലെ നബ്സിക്ക് നല്ല ഡാമേജ് അവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാക്കുൾ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ജിൻ വൈറ്റി അവിടെ F2P ആക്ടിവിസ്റ്റ് ഇപ്പോഴും അവിടെ ആക്ടിവേറ്റ് അവിടെ ജിൻ വൈറ്റ് നാക്കുലിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത്. സിയാസ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ജിൻ വൈറ്റിക്ക് അവിടെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1 HP-ലായിരുന്നു ഡൗൺ ചെയ്തിട്ടുണ്ട് ആക്ടിവേറ്റ്. എന്തായാലും സിയാസ് അവിടെ ഡൗൺ ആയിട്ടിരിപ്പുണ്ട്. ജിൻ വൈറ്റിയുടെ അടുത്തേക്ക് കയറിയിട്ടുണ്ട്. നബ്സി അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നു. നബ്സി അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും അപ്പോൾ അതോടുകൂടി LMX അവിടെ ചിക്കൻ ഡിന്നർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ LMX മനോഹരമായ പ്ലേയിലൂടെ 13 കിലോട് കൂടി ചിക്കൻ ഡിന്നർ എടുത്തിട്ടുണ്ട്. F2P അവിടെ
67 കിലോയോട് കൂടി 2ാം സ്ഥാനത്ത്. ഗ്രൗണ്ട് സീറോയുടെ 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ZRM ടീമിൽ അവിടെ 4ാം സ്ഥാനത്ത്. ബ്രൂട്ടൽ ടീമാണ് 5ാം സ്ഥാനത്ത്. കേരള ടീം അവിടെ 6ാം സ്ഥാനത്ത്. 7ാം സ്ഥാനത്ത് ഫോക്സ്. 8ാം സ്ഥാനത്ത് DEC. 9ാം സ്ഥാനത്ത് LX ടീം. ബ്ലൈൻഡ് ടീം 10ാം സ്ഥാനത്താണ്. KWS ടീം 11ാം സ്ഥാനത്ത്. 12ാം സ്ഥാനത്ത് DKC ടീമാണ്. നമ്മുടെ DKC ടീമാണ് 12ാം സ്ഥാനത്ത്. 13ാം സ്ഥാനത്ത് നമ്മുടെ 1X ടീം. 14ാം സ്ഥാനത്ത് ക്രേസി. 15ാം സ്ഥാനത്ത് MRC. 16ാം സ്ഥാനത്ത് നമ്മുടെ ഇഗ്നൈറ്റ് ടീമാണ്. സൈറസ് ടീം 17ാം സ്ഥാനത്ത്. വാർഗോഡ് ടീം 18ാം സ്ഥാനത്ത്. ബ്രെയിൻ ടീം 19ാം സ്ഥാനത്ത്. അതോടൊപ്പം റെഡക്സ് ടീം 20ാം സ്ഥാനത്ത്. നമ്മുടെ B4M ടീം 21ാം സ്ഥാനത്ത്. AGM ടീം 22ാം സ്ഥാനത്ത്. PX ടീം 23ാം സ്ഥാനത്ത്. നമ്മുടെ BIA ടീം 24ാം സ്ഥാനത്ത്. ഇങ്ങനായിരുന്നു ഇന്നത്തെ ഇത്. അപ്പോൾ നാളെ വീണ്ടും കാണുന്നവരെ ഗൈസ് നിങ്ങൾക്കെല്ലാം വണക്കം. കണ്ടിരുന്നവർക്ക് എല്ലാം വളരെ നന്ദി.